അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു വീഡിയോ കണ്ടിട്ടാണ്. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവനക്കെതിരെ ഒരു മുട്ട കൊണ്ട് എറിയാനാണ് എനിക്ക് തോന്നി. ആ വീഡിയോ നിങ്ങളൊന്ന് ആദ്യം കണ്ടു നോക്കി, ഒരു 5 സെക്കൻഡ് ആദ്യം നിങ്ങൾ കാണാതെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നിമിഷപ്രിയ വന്നിട്ട് ആഘോഷിക്കാൻ നിൽക്കുന്ന മുട്ടിപ്പടി ഖലീൽ തങ്ങൾ. അപ്പോൾ ഇതാണ് മൂപ്പര് പറഞ്ഞ കാര്യം. ഫസ്റ്റ് കേട്ടോ, ആര് നമ്മളെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ കുറിച്ചിട്ടാണ് മൂപ്പര് ഇപ്പോൾ പറഞ്ഞത്. എന്താണ് ഖലീൽ തങ്ങൾ ചെയ്യുന്ന ഈ നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ? മൂപ്പർക്ക് അറിയോ ആരാണ് ഖലീൽ ബുഖാരി തങ്ങൾ, എന്താണ് അതിനെന്ന സ്ഥാപനത്തിൽ ചെയ്യുന്നതൊക്കെ? ഈ കേരളത്തിന് ഖലീൽ തങ്ങൾ സംഭാവന ചെയ്ത കാര്യങ്ങൾ എത്രയാണ്? ഏതാണ് ഈ ഊച്ചാളി? ഇവരെ പേരാണ് കുരുവട്ടൂര് ടീംസ് എന്ന് പറയുന്നത്. എന്താണ് ഇവരെ കൊണ്ട് കേരള സമൂഹത്തിന് എന്ത് ഉപകാരമാണുള്ളത്? ഇനി നിമിഷപ്രിയ വിഷയത്തിൽ ഗാന്ധപുരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കും. ഈ ഒരു പെണ്ണിന്റെ കേസ് വന്നപ്പോ ഓടിച്ചാടി വന്നു. ഇതാ നമ്മൾ പറയണത്. എവിടെയായിരുന്നു കാന്തപുരം? അന്നൊന്നും ഒഴിവില്ലല്ലോ. ഈ കഴിഞ്ഞ 15ഉം 16ഉം ഇരിക്കല്ലേ പത്രക്കാരൻ മുന്നില് 1ഉം 2ഉം 3ഉം തവണ വരണ്ടേ? ഒരു മിനിറ്റ്, ഇതൊക്കെയാണോ ഇവരുടെ പുതിയ അജണ്ട എന്ന് പറയുന്നത്? പുതിയൊരു അജണ്ട എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉയരാൻ സമ്മതിക്കൂല. ഓക്കെ, അതേസമയം അതിലും തട്ടിപ്പ്. ആ കേസ് തന്നെ നോക്കൂ നിങ്ങൾ. അയിഞ്ഞു മാനക്കേട് നമുക്ക് തന്നെയല്ലേ. ഇപ്പൊ ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയില്ലേ? ഇവരെ കൊണ്ട് എന്താണ് ഈ നാടിന് ഉപകാരം? നിങ്ങളൊന്ന് പറയാം. ഇത് ഈ ഊച്ചാളികളെ കൊണ്ട് എന്ത് ഉപകാരമാണ് നാടിനുള്ളത്? എടാ പൊന്നാര തലപ്പാവ് ധരിച്ച മുസ്ലിയാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം നിമിഷപ്രിയ കേസിൽ ഒരു ദിവസത്തിന് ആ വധശിക്ഷ മാറ്റിവെച്ചെങ്കിൽ അദ്ദേഹം ലോകം അറിയുന്ന ഒരു മതപണ്ഡിതൻ്റെ തന്നെയാണ്. പിന്നെ താങ്കൾ പറഞ്ഞു എവിടെയായിരുന്നു ഇത്രയും കാലം? നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങളൊന്നും കാന്തപുരത്തിൻ്റെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്നവരാണ്. നിങ്ങൾക്കൊന്നും ഒരു യോഗ്യതയുണ്ടോ? ഞാൻ ആലോചിക്കുന്ന ആ പിറകിലുള്ള ആളുകളാണ്. ആ പിറകിലുള്ള ആളുകൾ ഇത് കേട്ട് എങ്ങനെയാണ് ശമിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കാതിരിക്കുന്നത്? ഞാൻ ആ വഴിക്ക് പോവുകയാണെങ്കിൽ ഒരു ട്രേ മുട്ട വാങ്ങിയിട്ട് ഇവൻ്റെ മുഖത്തെറിയാമായിരുന്നു. ഇജ്ജാതി വർഗീയ വിദ്വേഷം വരുത്തുന്ന തന്നെപ്പോലുള്ള ആളുകളെ കേരളം തിരിച്ചറിയും. നിങ്ങളുടെ സംഘടന അടക്കം ഈ കുരുവട്ടൂർ ടീമിൻ്റെ ഇജ്ജാതി വിദ്വേഷം വിഷം തുപ്പുന്ന ഇതുപോലുള്ള മരമാക്രികൾ ഇനിയുണ്ടെങ്കിൽ ഒന്ന് മാണത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ഞങ്ങൾ കേരള സമൂഹം ഒന്ന് കാണട്ടെ നിങ്ങളുടെ തനി നിറം. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നാടിനോ നാട്ടുകാർക്കുണ്ടോ? എന്നിട്ട് കുറ്റം പറയാൻ നിൽക്കുന്നു. അസൂയല്ലടോ തനിക്ക്? അസൂയ തന്നെക്കാൾ ഉയർന്നു വരുന്ന വേറെ ആളെ കണ്ട് അസൂയാണ് തനിക്ക്. അതങ്ങ് വിട്ടേക്ക്. അപ്പം തന്നെപ്പോലുള്ള ആളുകൾ കാന്തപുരത്തിനെയും മറ്റുള്ള ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകളെ കുറ്റം പറയുക എന്നല്ലാതെ താങ്കളെ കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് ഉപകാരമുണ്ടോ? അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ഉള്ളിൽ കക്കൂസാണ്, പുറത്ത് നല്ല ചുരുക്കുള്ള ബിൽഡിംഗ് ആണ്, പക്ഷെ ഉള്ളിൽ കക്കൂസാണ്. തലയെക്കെട്ട് കെട്ടി മൊയ്ലിയാമാരെ വേഷം ധരിച്ചിട്ട് വളരെയധികം അസഭ്യമായ വാക്കുകൾ സ്റ്റേജിൽ വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുഞ്ഞായ്മതും അതുപോലെ അൻവരിയും നൌഷാദും അവർക്ക് നേതൃത്വം നൽകുന്ന അബ്ദുള്ളയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അള്ളാഹു എന്തായിരിക്കും അവരുടെ കാക്കിപത്തെന്ന് ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോവാണ്. ഒരാൾ നശിച്ചു പോകണമെന്നല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല വഴി കാണാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. പച്ചക്കളവ് വായയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു ഷെയ്ഖും ഗുണ്ടകളും 3 ഗുണ്ടകളും എന്തൊക്കെ തൊള്ളേ വന്നു അതൊക്കെ വിളിച്ചു പറയും. കളവിന്റെ മെയിൻ ആശാന്മാരാണ് ഇവരെല്ലാവരും. ഇവര് 4 ആളും കളവിന്റെ ആശാന്മാരാണ്. അതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? കിബിറ് വന്നതാ. എനിക്ക് കുറച്ച് കഴിവുണ്ട്, ഞാനൊച്ച ഉഷാറാണ്, ഇന്നെ കുറച്ച് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, ഇന്നെ കുറച്ച് ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ട് എന്ന കിബിറ് കൽബിൽ വന്നതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്കൊക്കെ അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. വലിയ അപകടമാണത്. ഒരല്പം കിബിറ് വന്നു പോയാൽ പേച്ചുപോയി. ഇബിലീസിനൊക്കെ പറ്റിയ കേടതാണ്.
ബല്ലാമബിന് ബാഴൂർക്ക് പറ്റിയ കേടതാണ്, ഇബിന് സക്കക്ക് പറ്റിയ കേടതാണ്. അങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് ചരിത്രങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള ഇബിന് സക്കമാരും അതുപോലെ ബല്ലാമുകളൊക്കെ ഉണ്ടായി കാണുന്ന ഒരവസ്ഥയിലേക്കാണ് കുറുവട്ടൂർ കുറുവാ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷിക്കുക. അതുപോലുള്ള അപകടങ്ങളിലൊന്നും പെട്ടുപോകാതെ, അതൊന്നും കണ്ടിട്ട് ശരിയാണെന്ന് പോലും അല്പം ചിന്തിക്കുക പോലും ചെയ്യാതെ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം, തലപ്പാവ് ധരിച്ച ഏതൊരാളും ഒരിക്കലും വിദ്വേഷം നടത്തില്ല, വിദ്വേഷ പ്രസംഗമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് പരദോഷമോ പരാതിയോ പറയില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ്. പക്ഷേ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ കണ്ടത്. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു മറു വീഡിയോ ചെയ്ത ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു, ഇങ്ങനെയും ഉസ്താദുമാരുണ്ടോ, ഇങ്ങനെയും ആളുകളൊക്കെ ഉണ്ടോ എന്ന് ഞാനും ഒരു നിമിഷം ചിന്തിച്ചതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പ്രസന്റ് ചെയ്തപ്പോൾ അത് തന്നെ വലിയൊരു ഒരു എന്താ പറയുക, നമ്മൾ തെറ്റിദ്ധാരണകളെ മാറ്റാൻ തന്നെ കഴിഞ്ഞു എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തായാലും പിന്നെ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹത്തിൻ്റെ പ്രായം പോലും വകവയ്ക്കാതെയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തീർക്കുന്നത്. കാരണം ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എന്താ പറയുക, ടിപ്പിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് തകർക്കാനോ തകർത്ത് കളയാനോ ആരെ കൊണ്ടും കഴിയില്ല. പിന്നെ അദ്ദേഹം നല്ല ചെറുപുഞ്ചിരിയോടുകൂടി തന്നെയായിരിക്കും അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക. ആരെങ്കിലും തന്നെ കൊല്ലാൻ വന്നാൽ കൂടെ നെഞ്ചും വിരിച്ച് കാണിച്ചു കൊടുക്കും, കൊന്നോളൂ എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആളിനെ കുറിച്ചിട്ടാണ് ഓരോ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ തെറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അതിനൊരു പരിഹാരവും അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിനാണല്ലോ ദൈവം എന്ന് പറയുന്ന ഒരു അദർശ്യ ശക്തിയുള്ളത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ തിരുത്തി ജീവിക്കാനുള്ള ഒരു ചാൻസ് കൂടെ നമുക്ക് ദൈവം തരും. എന്തായാലും ഒരു തെറ്റിനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കരുത്. തെറ്റ് തന്നെയാണ്. ആർക്കാണ് നിമിഷപ്രിയ ചെയ്തത് പിന്നെ ഇത്രയും വലിയ തെറ്റല്ല എന്ന് ആരും പറയുന്നില്ല. അതിക്രൂരമായ ഒരു കാര്യം തന്നെയാണ് നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനൊരു ക്രൂരതയല്ല എന്നുള്ളത് ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാം. നിമിഷപ്രിയ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്നുള്ളത്. പക്ഷേ അതിനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തവൻ പൊറുത്ത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു 100 ആൾക്കാരെ കൊന്ന ആള് പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവളൊരു തെറ്റ് ചെയ്തു, അവൾ വല്ലാതെ പശ്ചാത്തപിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ അവൾ അനുഭവിക്കാവുന്നതിൽ അപ്പുറം അവളുടെ ഈ ഒരു ജീവിതത്തിൽ, അവളുടെ ഈ ഒരു ജീവിതവും ഈ ജീവനും കൊണ്ട് അവൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന കാലമെങ്കിലും കുടുംബത്തോടു കൂടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതിനെ പിന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട്, ഇവളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാലനക്കം അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്തത്. ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഇങ്ങനെ തലയിൽ പിന്നെ കെട്ടുള്ള അല്ലെങ്കിൽ ഉസ്താദുമാരെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ആത്മീയമായി സംസാരിക്കുന്ന മതപണ്ഡിതരൊന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കരുത്. അതും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വയസ്സ് പോലും മാനിക്കാതെ. നിങ്ങൾക്ക് ഉസ്താദിന് ഇഷ്ടമില്ലെങ്കിലും വേണ്ട, നിങ്ങൾ ആ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കേണ്ട. അതല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യൂ, സംസാരിക്കൂ. എന്തായാലും 100-ൽ ഒരു 20% ആളുകൾ മാത്രമേ ഉസ്താദിനെ കുറിച്ച് എതിരെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെയൊരു വിഷയം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നിമിഷപ്രിയ എന്നൊരു സ്ത്രീ യമനിൽ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. എല്ലാ മോചനത്തിലുള്ള വഴികളും അടഞ്ഞപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന AP ഉസ്താദിനെ കുടുംബങ്ങളും നാട്ടുകാരും ബന്ധപ്പെടുകയും ഉസ്താദ് അവറുകളുടെ ഇടപെടൽ കാരണത്താൽ താൽക്കാലിക ഒരു ആശ്വാസം നേരുകയും ചെയ്തപ്പോൾ 99% ആളുകൾ അതിനെ പ്രോത്സാഹിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ, ഹൃദയം കറുത്ത മനസ്സുള്ള ചില ആളുകളുടെ പ്രതികരണം വന്നപ്പോൾ അതിൽ വലിയൊരു പ്രയാസം എനിക്ക് തോന്നി.
അത് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്.